വേണ്ടി, വാർഡ് പുനർനിർണയം ഒരൊറ്റ വാർഡ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി 100 വാർഡുകളെയും ഭരിക്കുന്ന ഭരണകർത്താക്കന്മാരുടെ ശുപാർശയോടുകൂടി ഡീലിമിറ്റേഷൻ കമ്മിറ്റി ചെയ്തതിനെയാണ് ബി.ജെ.പി. എതിർക്കുന്നത്. നാം ഒന്ന് പരിശോധിക്കുന്ന സമയത്ത് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം ജനവിഭാഗങ്ങളെ വിഭജിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബി.ജെ.പി. ആദ്യമായി ഈ ഡീലിമിറ്റേഷനെ സംബന്ധിച്ചിടത്തോളം ശബ്ദമുയർത്തിയത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംവിധാനത്തിന്റെ ചില അടുപ്പക്കാര്, ചില യൂണിയൻ നേതാക്കന്മാര്, ആ യൂണിയൻ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ 15ഓളം വരുന്ന ഡീലിമിറ്റേഷൻ കമ്മിറ്റി അംഗങ്ങൾ അവർ ചെയ്തു കൂട്ടിയ ചെയ്തികളെ കുറിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിർപ്പുള്ളത്. അല്ലാതെ ഭരണഘടനാപരമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ വാർഡ് പുനർനിർണയം നടത്തുന്നതിൽ ബി.ജെ.പി. എതിരല്ല. പക്ഷെ കേവലം ഒരൊറ്റ വാർഡ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഈ 100 വാർഡുകളെയും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിഭജനം നടത്തിയത് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ 101 വാർഡാകുമ്പോൾ നമ്മുടെ നഗരത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന യാതനകൾ, വർഷങ്ങളോളം അനുഭവിക്കേണ്ട യാതനകൾ നിരവധിയുണ്ട്. നാം ഒന്ന് പരിശോധിക്കണം. ഞാൻ താമസിക്കുന്നത് ആറന്നൂർ വാർഡിലാണ്. ആറന്നൂർ വാർഡിന്റെ ഘടനയനുസരിച്ച് ഇപ്പോൾ 51ാമത്തെ വാർഡായി മാറിയിരിക്കുന്നു. 51ാമത്തെ വാർഡായിരിക്കുന്നു. 20/939 എന്റെ വീടിന്റെ TC നമ്പർ. ആ TC നമ്പർ 20/939 മാറി 46/1136 കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ വാർഡിന്റെ നമ്പർ ഞാൻ പരിശോധിക്കുന്ന സമയത്ത് 20 അല്ല, 46 അല്ല, 54/2410 എന്റെ നമ്പർ. ഇതെന്നെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല. ഈ തിരുവനന്തപുരം നഗരത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നമാണ്. ആ പ്രശ്നത്തിനെതിരെയാണ് ബി.ജെ.പി. ശബ്ദമുയർത്തുന്നത്. പ്രിയമുള്ളവരെ, നമുക്കെല്ലാം ആധാറിന്റെ കാർഡുണ്ട്. ആ കാർഡിൽ ഒരു നമ്പറുണ്ട്, ഒരു TC നമ്പറുണ്ട്. ആ നമ്പർ ഇനിയിപ്പോൾ മാറാൻ പോകുകയാണ്. നിങ്ങളുടെ വാർഡിന്റെ നമ്പർ, ആ വാർഡിന്റെ നമ്പർ, നിങ്ങളുടെ കെട്ടിടത്തിന്റെ നമ്പർ, ആ കെട്ടിടത്തിന്റെ നമ്പർ വെച്ചുകൊണ്ടായിരിക്കും ഇനി ആധാറിനെ നിങ്ങളെ തിരുത്തുവാൻ പോകേണ്ടത്. അക്ഷയയിൽ പോകുന്ന സമയത്ത് ഈ വാർഡ് നമ്പർ തിരുത്തുവാൻ വേണ്ടി